ഹലോ ഗൈസ്, റീൽസിലൊക്കെ വൈറലായ കൽപ്പാത്തി രഥോത്സവം കാണാൻ വന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ കൂടെ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവട്ടെ ഇന്നത്തെ വ്ളോഗിൽ. ഞാൻ ഒരു ഇൻട്രോവേർട്ടായി പോകും. പിന്നെ ഞാൻ ഇവിടെ എന്നെ നടക്കണമെന്ന് കാണാൻ ബാക്കി. ഐസ് നമുക്ക് അങ്ങ് അറ്റത്ത് മറ്റേ സാധനം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ രഥം ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് രഥം. ഈ എം പി തന്നെ ഉണ്ട്. എന്നാ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരെയും കാണാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കണേ. പിന്നെ എന്താ ഇതെന്താ സംഭവം? ഇത് ഇവിടെ ഫുള്ള് ഇവരുടെ അഗ്രഹാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ തമിഴ് ഗ്രാമീണ താമസിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ എന്താ ചെറിയ രഥവും സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടെ ആരുമില്ല. കൂടെ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കഥ പറഞ്ഞൊക്കെ പോർന്നു കലക്കനായിട്ട്. നോക്കാൻ ബാക്കി എന്നാ സംഭവിക്കണേന്ന്. റീൽസ് അഡിക്റ്റ് ആയിട്ടവർക്ക് എല്ലാം കണക്ട് ആവുന്ന ഒരു സാധനം കേട്ടോ. മുരളി കഫേ ഇവിടെ കലക്കൻ ചായ കിട്ടുന്നൊക്കെയാണ് അമ്മ ആ റീൽസിലുള്ള ചേച്ചി പറഞ്ഞേ. സമയമില്ല, പോയിട്ട് എന്തെങ്കിലും ഇവിടെ എന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ചെണ്ട കൊണ്ട സൗണ്ട് കേൾക്കാട്ടോ. അയ്യോ, അയാളിപ്പം ഇടിച്ചിട്ട് തന്നെയല്ലോ. കലക്കൻ്റെ ഊണ് കലക്കം വൈബ് കേട്ടോ. മഞ്ഞൂര് മോണവരൊക്കെ വൈബി ഉണ്ട്. ഇതാണിപ്പോൾ ആ സാധനം. ഇതെല്ലാവരും കൂടെ കെട്ടി വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണ തെറ്റപ്പാ. കൂടുതൽ പറയാമെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാ പെരുന്നാളും ഉത്സവമൊക്കെ കളറാവണം. ഇതുപോലത്തെ ഒരു സാധനങ്ങളൊക്കെ പറന്നു പോകുമ്പോഴാണ്. അത് പറന്നു പോകണം എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് അതും കൂടെ നോക്കാം. അതും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കേട്ടോ, സൂര്യൻ സാറ് കാരണം മര്യാദക്കൊന്നും കാണത്തില്ല. ഇന്നത്തെ അതിഥികൾ ഇവരാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കാറ്റത്ത് പോകണോ അയാളുടെ ബലൂണൊക്കെ. അപ്പോൾ ഈ കയറ് വെച്ചാണ് ഇത് വലിക്കണേ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാട്ടോ ഒരുപാട് വ്ളോഗർമാരും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്നാ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള സുഹൃത്തുക്കളെ. എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോട്ടെ. ഇത് വലിക്കണതാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഇന്ന് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. ചെക്കണമുണ്ട്. പുതുകൽപ്പാത്തി എവിടെയാ? എന്നാ ഇന്ന് രണ്ടിടത്താണോ പരിപാടി? ഇന്ന് രണ്ട് സ്ഥലത്താണോ പരിപാടി? ഇങ്ങോട്ട് വരുമോ? ഇന്നലെ വന്നു കഴിഞ്ഞു ഇവിടെ വരില്ല. നാളെ എല്ലാം ഇതിലൂടെ വരും. ഇന്ന് ഇവിടെ വരുമോ? അതാ പുതുകൽപ്പാത്തി അതല്ലേ? ഗൈസ്, അമ്മൂമ്മ എനിക്ക് ഇത് തന്നു. വിഷറി ഇത് വീശിക്കോളാൻ പറഞ്ഞു. ആരോ കൊടുത്താണ്. ഇത് എടുത്തോളാൻ പറഞ്ഞു എന്നോട്. അവിടെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോലം പുള്ളിക്കാരി വമ്പം കഥയൊക്കെ എന്നോട് പറഞ്ഞു തന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. വിൽപ്പനക്കാരിനെ കണ്ടോ. ഈ ചേട്ടൻ്റെ സാധനം കണ്ട അവൾ വിൽക്കുക. അപ്പോഴെ സഹായിക്കാൻ തോന്നുന്നു. അത് അവരുടെ മോളാണോന്ന് അറിയാനും പാടില്ല. ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്ത സാധനം കണ്ടുപിടിച്ചു. പക്ഷേ ഇതുപോലത്തെ വേറെ സാധനം അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിലും ഉണ്ടായിരുന്നു. മനസ്സിലായിരുന്നു. വഴി തെറ്റി വന്നതാണ്. അപ്പോഴത്തേനും ഈ സാധനം കിട്ടി. ഈ ചെണ്ടച്ചേട്ടൻ. ഈ ചെണ്ട ചേട്ടാ. പിന്നെ നിങ്ങൾക്ക് പാത്രം വേണം ഇവിടെ ഉണ്ട് കേട്ടോ. മേടിച്ചു വന്നു. ഈ കറിയുടെ സാധനം. നമസ്കാരം. ആ പുള്ളി കടയിലെ ചേട്ടൻ കൈ കാണിച്ചു. ചേട്ടൻ്റെ മുടി നോക്കോട്ടെ. ഈ മുടി
പിന്നെ ഇവിടെ എന്തെങ്കിലും കേസൊക്കെ നിങ്ങൾ വന്നിട്ട് ഒപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ വക്കീലിനെ സമീപിക്കാവുന്നതാണ്. അതിൻ്റെ ബലൂണങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈഡിലത്തെ ഭാഗം കേട്ടോ. ഇത് മണിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വന്നിട്ട് മണി അടിക്കാവുന്നതാണ്. ഇതൊക്കെ വലിക്കാനുള്ള സാധനം തോന്നണം കേട്ടോ. കയറ് കാണില്ല, പക്ഷേ കുറച്ചൊരു 2 മണിക്ക് വലിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 11 മണിക്ക് വലിക്കുമെന്ന് പറഞ്ഞു. പറയാൻ പാടില്ല, എപ്പോഴേലൊക്കെ വലിക്കുവാണെങ്കിൽ വലിക്കട്ടെ, കിട്ടുവാണെങ്കിൽ ആടിയാം. കുറച്ച് എൻ്റെ അടുത്ത് കയറിയിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. സൂര്യൻ സാറുള്ളതുകൊണ്ടൊന്നും കിട്ടണില്ല. പിന്നെ കുറച്ച് പേര് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് ഇച്ചിരി ദൃശ്യമൊക്കെ കൂടെ കാണാൻ പറ്റും. താഴത്തെ വളയൂ മനുഷ്യന്മാരൊക്കെ പുറകിൽ നിന്ന് വമ്പൻ തള്ളണം കേട്ടോ. ഫോണൊക്കെ പോണ വഴിയാണല്ലോ. ഈ കുറച്ച് പിള്ളേർ അവിടെ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കറങ്ങി ചേച്ചി അവിടെ വന്നു. അതിനിടയ്ക്ക് ഒരു ചേട്ടനെ ചേച്ചി എന്നോട് ചോദിച്ച് ഫോട്ടോ എടുത്ത് തരാമെന്ന്. ഞാൻ അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. അല്ല ഈ വലിയ ആൾക്കാർ പിന്നെ ഹലോ എന്നെ കാണാമോ? നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരല്ല, ഇവിടെ എത്തി. ബാഗൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് എനിക്ക് കാണാൻ. പൊളി സാധനം. അതിപ്പോൾ ഫുള്ള് ഞാൻ വാങ്ങേണ്ട വന്നേ. ഞാൻ നടന്ന് ആകാശത്തോക്കി വന്നിട്ട് അതിക്ക് മൊത്തം കയറി ചവിട്ടി പൊളിച്ചേനെ. ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ എല്ലാം ഇതിവിടെ ഉണ്ട്. ഈ 2 സൈഡിൽ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ ബാക്ക് തന്നെയായിട്ട് നമ്മൾ വ്ലോഗ് എടുക്കണ്ട കേട്ടോ. പിന്നെ കൈ നോക്കുന്ന സംഭവമുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഈ സാധനമൊക്കെ നോക്കട്ടോ. ഞങ്ങൾ അതൊക്കെ ഒരു വൈബാട്ടോ. കാര്യം പറഞ്ഞാൽ തന്നെ പോകാനൊരു മടി. അവരുടെ തത്തയുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കഥ പറയും, വമ്പം കഥ. ഒരു 50 രൂപ അങ്ങോട്ട് തന്നു ഞാൻ നിങ്ങളുടെ വേറെ സാധനങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞ് ഇത് തരാമെന്നൊക്കെ പറയും. ഇവിടെ വലിയ ക്യൂ കാണാൻ പറ്റുമല്ലോ. ഇവിടെ നിന്ന് അങ്ങ് പോയേക്കും. അതിൻ്റെ ബാക്ക് വരെ അങ്ങ് ദൂരെ വരെ ഉണ്ട്. ഇതിൽ വെറുതെ പോയി നോക്കാം, എന്നെ കാണണേ നോക്കാം. ഒരുപാട് ടോയ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിവിക്കുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങുക. ഞാൻ കുറേ നോക്കി, ഇതിനകത്തില്ല. ഇതെങ്ങാണ്ടുണ്ട് ഇവരുടെ ഫുൾ അഗ്രഹാരം എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഇവർ താമസിക്കുന്നതാണെന്ന് വെച്ചാൽ കണ്ട് അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. അവിടെയൊക്കെ കുറേ പേര് തലം പിടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി. നല്ല പക്ഷേ ഈ സൂര്യൻ എന്ന് പറഞ്ഞവനെയാണ് തയ്ക്കാൻ പറ്റില്ലാതെ. അവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് പോലെ പരിപാടിയൊക്കെ സെറ്റായതിനെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചേ, ഇവരിത് വലിക്കാൻ പോകട്ടോ. വലിക്കാൻ പോകാൻ തോന്നുന്നത് കയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും. അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കട്ടെ അവർ. എനിക്കാണെങ്കിൽ വഴി കാണുന്ന ആളുകളിലൊക്കെ ഇതെപ്പോഴാണ് സാധനം വലിക്കണമെന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. ഇവരാണ് തമിഴാണ് പറയണേ. ഞാൻ വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എന്നെങ്കിൽ അതുകൊണ്ട് വലിക്കുമ്പോൾ വലിക്കട്ടെ എന്നുള്ള മൂടി നടക്കാം. വലിക്കുമ്പോൾ എടുക്കാട്ടോ സുഹൃത്തുക്കളെ. നമുക്ക് റയർ സാധനങ്ങളൊക്കെ ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സമറായി ഒരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങേയറ്റത്താണ് ഇങ്ങേയറ്റത്തേക്ക് നടന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. ഹാപ്പി ജേണി ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെ കുറച്ച് ഇവിടെ വന്നവരെ കുറത്തെ ഞാൻ ഇവിടെയുള്ള ആളാണ് കേട്ടോ. എന്നോട് വഴിയൊക്കെ ചോദിച്ചു, ഇത് പുറത്തേക്കുള്ള വഴിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഇത് പുറത്തേക്കുള്ള വഴി തന്നെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അതേന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സാധനം വന്നിട്ടോ. കാര്യം രാവിലെ വന്നോ, പക്ഷേ ഈ നേരമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത ഫോട്ടോ ആട് ഫോട്ടോസ്.
സാധനം നെഞ്ചത്ത് കയറിയാണ് കേട്ടോ ആദ്യം പോയത്. മഞ്ഞുണ്ട് പോലീസൊക്കെ അടിച്ചു ഓടിക്കാൻ മനുഷ്യന്മാരെ. തേങ്ങയടിപ്പോയി തോന്നുന്നു. ഗൈസ് ഇതിന് ആസ്തത്തെ സാധനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിപാടി തീർന്നോ? ഇതുപോലെ വീടിൻ്റെ അകത്തുനിന്നൊക്കെ നോക്കണ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർ കേട്ടോ. എവിടെയുണ്ട്? ഇതിനകത്തെ കൂടെ ഉണ്ട്. ഗൈസ് പരിപാടി കഴിഞ്ഞില്ല, പക്ഷെ ഞാൻ പോവാ. ഞാൻ അടുത്തു. ഞാൻ ഇവിടെ നിന്ന് പോവാണ്. പുതിയ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ എന്തെങ്കിലും കാണാം. ഓക്കെ ബൈ.